Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര മെഡിക്കൽ എക്യുപ്മെന്റ്സ് വരെയാണ് ആയത്? 30 വരായി മാം. ട്രെഡ്മിൽ ടെസ്റ്റ് വരെ എടുത്തു. 30 വരെ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ 31 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്ലൂക്കോമീറ്റർ കണ്ടിട്ടുണ്ടോ? ഗ്ലൂക്കോമീറ്റർ മിക്കവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലെ? Okay, a glucometer is a medical equipment which is used to determine the proper concentration of glucose in the blood. നമുക്കറിയാം ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ അറിയാലോ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ശരിയായിട്ടുള്ള അളവ് എത്രയാണ് എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. Then it can also be a piece of glucose paper immersed into a substance and measured to the glucose chart. ഇതെന്ത് ചെയ്യും? നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിലൊരു പേപ്പർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു പേപ്പറിലേക്കാണ് ബ്ലഡ് നിന്ന് ചെയ്തു കൊടുക്കുന്നത്. കണ്ടിട്ടില്ല, ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ അല്ലെ? അപ്പൊ അതിൽ എന്ത് ചെയ്യുന്ന ഒരു ഗ്ലൂക്കോസ് പേപ്പറിൽ നമ്മൾ ഏത് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും? ഇമേഴ്സ് ചെയ്യും, അതിൽ മുക്കി വെക്കും, അല്ലെങ്കിൽ ആ ഒരു ഡ്രോപ്പ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒഴിച്ചു കൊടുക്കും അല്ലെ? ആൻഡ് മെഷർ ടു ദ ഗ്ലൂക്കോസ് ചാർട്ട്. അത് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ചാർട്ടിൽ മെഷർ ചെയ്ത് എത്രയാണോ നമ്മുടെ ആ ഒരു ബ്ലഡിന്റെ കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എത്രയാണോ നമ്മുടെ ഗ്ലൂക്കോസിന്റെ മെഷർ ചെയ്ത് എത്രയാണോ നമ്മുടെ കൃത്യമായിട്ടുള്ള ഷുഗർ ലെവൽ എത്രയാണോ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഗ്ലൂക്കോസ് മീറ്റർ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെറുതെ നിങ്ങൾ ആ ഒരു ഗ്ലൂക്കോമീറ്റർ എന്തിന്റെ ആ പേര് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോവാത്ത ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പൊ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ കോൺസെൻട്രേഷൻ അല്ലെ, നമ്മുടെ ആ ഒരു ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ശരിയായ രീതിയിൽ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പൊ അതിലൊരു പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ വെക്കും, അതിൽ നമ്മുടെ ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യും? സബ്സ്റ്റൻസ് ഇമേഴ്സ് ചെയ്ത് അതിൽ മുക്കി അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഗ്ലൂക്കോസ് ചാർട്ട് വെച്ചിട്ട് എത്രയാണ് നമ്മുടെ ആ ബ്ലഡിലെ കോൺസെൻട്രേഷൻ, ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഗ്ലൂക്കോമീറ്റർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പിന്റെ പിക്ചർ ഒന്ന് നോക്കണം. എല്ലാത്തിന്റെയും പിക്ചർ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ. നോക്കിയേ, an infusion pump injects fluids, medication of nutrients into a patient's circulatory system. ഇതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് വേറെ ഒരെണ്ണം നമ്മൾ പഠിച്ചില്ലേ, ഒരു എക്യുപ്മെന്റ് ഏതായിരുന്നു? ഇൻഫ്യൂഷൻ പമ്പ് പോലെ തന്നെ സക്ഷൻ ട്യൂബ്, അല്ലാതെയോ ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നുണ്ടോ? ഏതാണ് ഇങ്ങനെ ഫ്ലൂയിഡ്സ്? സിറിഞ്ച് പമ്പ് അല്ലെ? സിറിഞ്ച് പമ്പ് പഠിച്ചില്ലേ? അപ്പൊ രണ്ടും തമ്മിൽ രണ്ടിന്റെയും ഫങ്ഷൻസും പ്രവർത്തനമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പിലാണെങ്കിലും ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റം, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ്സ്, ദ്രാവകങ്ങളോ മരുന്നുകളോ അല്ലെങ്കിൽ പോഷകങ്ങളോ പമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കുത്തിവെച്ച് കൊടുക്കുന്ന ഒരു എന്താണ് ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. രണ്ടിലും പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സിറിഞ്ച് പമ്പിലാകുമ്പോൾ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ ചെറിയ രീതിയിലുള്ള എന്താണ് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് മരുന്നാണെങ്കിലും എല്ലാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻഫ്യൂഷൻ പമ്പുകൾ ഇപ്പൊ നമ്മുടെ ഡ്രിപ്സോ കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ?
അല്ലെ? അവിടെ വളരെ ചെറിയൊരു കോൺസെൻട്രേഷൻ അല്ല, ഇവിടെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ കൂടുതൽ വോളിയത്തിൽ എന്ത് കൊടുക്കാൻ പറ്റും? മരുന്നുകളാണെങ്കിലും ഫ്ലൂയിഡ്സ് ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും കൊടുക്കാൻ പറ്റും. ചെറിയ കൃത്യമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ കുറച്ച് എമൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്നതാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. സിറിഞ്ച് ഒരു ചെറിയ ഉപകരണമാണ് അല്ലെ? അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ കീമോ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നില്ലേ ഇല്ലേ? കീമോ ഡയാലിസിസ് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കീമോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ വളരെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ ഒരുപാട് എമർജൻസി കണ്ടീഷനിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സിവിയർ ആയിട്ടിരിക്കുന്ന പേഷ്യൻസിനൊക്കെ ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന നോക്കി നിങ്ങള് കീമോതെറാപ്പി ഒക്കെ ചെയ്യാറില്ലേ? അവർക്കൊക്കെ ഇങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഒരുപാട് ഡോസിൽ കൊടുക്കാൻ പാടില്ല അല്ലെ? വളരെ കുറച്ച് ഡോസിൽ. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ അങ്ങനെ തന്നെയാ, ഒരുപാട് വലിയ ഡോസിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം ഒരുപാട് വലിയ ഡോസിൽ കൊടുക്കുമ്പോൾ. അപ്പൊ അങ്ങനെ കുറഞ്ഞ അളവില് അല്ലെങ്കിൽ ചെറിയ എമൗണ്ടുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മരുന്നുകൾ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫ്യൂഷൻ പമ്പ് ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വോളിയത്തില് മരുന്നുകളോ ഫ്ലൂയിഡ്സോ ന്യൂട്രിയൻസോ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നോക്കി, it is commonly used intravenously. ഇത് കൂടുതലായിട്ട് intravenously എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളിലേക്കൂടെ അല്ലെ? And although subcutaneous എന്താ ചർമ്മത്തിന് പുറമേ നമുക്ക് കൊടുക്കാം. And arterial നമ്മുടെ ആർട്ടറീസ്, അതെ സ്കിന്നിന് പുറമെ. Then arterial അല്ലെങ്കിൽ ആർട്ടറീസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിൻസ് സിരകളിലൂടെ ധമനികളിലൂടെ. And sometimes used for epidural infusion. എന്താണ് epidural infusion എന്ന് പറയുന്നത്? epidural infusion മസിൽസ് അല്ല, നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഒക്കെ അറൗണ്ട് ഏരിയ അല്ലെ? പെയിൻലെസ്, അതെ എന്താണ് പെയിൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ്? നമ്മളിപ്പോ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് അനസ്തേഷ്യ കൊടുക്കാറ്? എവിടെയാണ് അനസ്തേഷ്യ കൊടുക്കാറ്? ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ്? സ്പൈനിന്റെ അവിടെ അല്ലേ? നമ്മുടെ നട്ടിലിന്റെ ഭാഗത്തല്ലേ കൊടുക്കുന്നേ അല്ലെ? ആ ഒരു ഭാഗത്തെയാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ആ ഒരു ഭാഗത്തെയാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പൈനൽ കോഡിന്റെ അറൗണ്ട് ഏരിയ ചുറ്റുമുള്ള ഏരിയ ഭാഗത്ത് കൊടുക്കുന്ന അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് ഇൻട്രാവീനസ് നമ്മൾ ഞരമ്പുകളിലൂടെ കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് നമ്മുടെ സ്കിന്നിന്റെ താഴെ അല്ലെങ്കിൽ ചർമ്മത്തിന് പുറമേ നമുക്ക് കൊടുക്കാം, ആർട്ടീരിയൽ നമ്മുടെ ആർട്ടറീസ് മുതലായിട്ടുള്ള വെയിൻസിലൂടെ കൊടുക്കാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ നട്ടലിന്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂയിഡ്സോ മെഡിസിൻസോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളോ പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് കടത്തില്ല. ക്ലിയർ ആണോ? വേഗം ഒന്ന് ഇൻഫ്യൂഷൻ പമ്പ് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ചതാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് എക്സ്റേ അല്ലെ? എക്സ്റേ പഠിച്ചില്ലേ? Okay, X-ray is a swift, pain-free procedure that is done to make images of the structures within the body, especially the bones. അല്ലെ? എക്സ്റേ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. അത് കൂടാതെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ? വേദനരഹിതമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ എക്സ്റേ ചെയ്യുന്നത്? That is done to make images of the structures within the body. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള അല്ലെ? നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എന്താണ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഘടനകളുടെ ചിത്രങ്ങൾ എടുക്കാൻ, എസ്പെഷ്യലി പ്രധാനമായിട്ടും എന്തിന്റെ തന്നെയാ? ബോൺസിന്റെ ഒക്കെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പെയിൻ ഫ്രീ വേദനരഹിതമായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് എക്സ്റേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സിന്റെ അല്ലെങ്കിൽ എന്താണ് ഘടനകളുടെയും പ്രത്യേകിച്ച് ബോൺസിന്റെ എന്ന് പ്രത്യേകം ചോദിക്കും കേട്ടോ. ബോൺസിന്റെ ഒക്കെ എസ്പെഷ്യലി ബോൺസിന്റെ ഒക്കെ പിക്ചേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ എന്താണ് ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതെ, നോൺ ഇൻവേസീവ് ആണ് അല്ലെ? മുറിവുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണ് എക്സ്റേ എന്ന് പറയും. വേഗം ഒന്ന് വായിച്ചൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് CT സ്കാൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നോക്കിയേ, CT സ്കാൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ ഓർ CT സ്കാൻ. മറ്റൊരു പേര് ചോദിക്കാറുണ്ട് കേട്ടോ. CT സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ യൂട്ടിലൈസസ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻസ് ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്സ് taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without tear. ഇനി എന്താ പറയുന്നേ, ഇവിടെ നമ്മുടെ CT സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പല എക്സ്റേ മെഷർമെന്റുകൾ അല്ലെ, പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ആ പ്രത്യേകമായിട്ടുള്ള ഏരിയ ഇമേജുകൾ, എങ്ങനെയുള്ള ഇമേജ്, ക്രോസ് സെക്ഷണൽ ഇമേജുകൾ എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എക്സ്റേ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് വ്യത്യാസം, പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റ്, ഒരു എക്സ്റേയിൽ എടുക്കുന്നു പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവിന്റെ സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജസ്, എങ്ങനെയുള്ള ഇമേജ്, ക്രോസ് സെക്ഷണൽ 3D പോലുള്ള ഇമേജുകൾ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. ആൻഡ് പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ടിയറിംഗ്. അല്ലെ, ഒരാളുടെ ബോഡി ആണെങ്കിൽ നമ്മൾ CT സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബോഡി എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലെ. അതാണ് ടിയറിംഗ് എന്ന് പറഞ്ഞാൽ കീറുക. യാതൊരുവിധ കീറലോ മുറിവുകളോ ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇൻസൈഡ് അല്ലെ, ഉള്ളിലുള്ള ഭാഗങ്ങള് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രം എടുത്തുകൊണ്ട് മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും സാധിക്കും. CT സ്കാൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ പ്രൊസീജിയർ പോലെ തന്നെയാണ്. എന്നാൽ എന്താണ് അവിടെ വ്യത്യാസം, പല ആംഗിളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ കൃത്യമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജുകൾ നമുക്ക് കിട്ടുകയും അതുവഴി എന്താണ്, ഒരാൾക്ക് ആ യൂസർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ CT സ്കാൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആരാണോ നമ്മൾ ആ ഒരു സ്കാൻ ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ബോഡിയിൽ യാതൊരുവിധ മുറിവുകളോ കീറലോ ഒന്നും ഉണ്ടാക്കാതെ തന്നെ അവരുടെ ബോഡിക്കുള്ളിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ആന്തരിക അവയവങ്ങളെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് CT സ്കാനിലൂടെ അറിയാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ CT സ്കാൻ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് MRI. ഇതിൽ നമ്മൾ പഠിച്ച കാര്യമാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ. ചോദിക്കാറുണ്ട് കേട്ടോ, MRIയുടെ എക്സ്പാൻഡ് ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. Make sugars of a large magnet and radio waves to observe organ structures inside the body. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഘടനയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഈ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI ഉപയോഗിക്കുന്നു. അവിടെ ലാർജ് ഒരു വലിയ മാഗ്നറ്റും അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ടാണ് ബോഡിയുടെ ഇൻസൈഡ് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനങ്ങളും നമുക്ക് നിരീക്ഷിക്കുന്നത്. Health care professionals make use of MRI scans to diagnose various of conditions that affect. ഇനി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പല MRI സ്കാനുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിനെ അല്ലെങ്കിൽ രോഗനിർണയങ്ങളൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. എന്തിനൊക്കെ അഫക്ട് ചെയ്യുന്ന രോഗങ്ങളാണ്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബോൺസ് ആൻഡ് ജോയിന്റ്സ്, നമ്മുടെ ബോൺസിന്റെയോ ജോയിന്റ്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. ബ്രസ്റ്റ്, അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ഹാർട്ടും ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഈ പറയുന്ന ഭാഗങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അതിലേക്ക് കൂടുതലും രോഗനിർണയം നടത്താനായിട്ട്
മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് MRI എന്ന് പറയുന്നത്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന എക്സ്പാൻഡഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു ലാർജ് ഒരു മാഗ്നറ്റ് ഉണ്ടാവും, അതുപോലെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് ബോഡിയുടെ ഇൻസൈഡിലും അകത്തുള്ള ആന്തരിക അവയവങ്ങളുടെ ഘടനയെയും പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ ഹെൽത്ത് പ്രൊഫഷണൽസിന് ഇതിനെയൊക്കെ ബാധിക്കുന്നത് വഴിയാണ് ഇതിനെയൊക്കെ ബാധിക്കുന്ന ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്നത്, ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബ്രസ്റ്റ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് മുതലായവയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതൊക്കെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ രോഗനിർണയം നടത്താനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് MRI എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി MRI. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോക്ലേവ്. നമ്മൾ പഠിച്ചതല്ലേ ഓട്ടോക്ലേവ് അല്ലെ? C60 പഠിച്ചതാണ് അല്ലെ ഓട്ടോക്ലേവ്. Okay, an autoclave is a mechanical device that uses high temperature, steam and pressure to destroy microorganisms such as bacteria, viruses, fungus and spores on items that are put inside its pressure vessel. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസസ് ഹൈ ടെമ്പറേച്ചർ സ്റ്റീം, നല്ല ഉയർന്ന ടെമ്പറേച്ചറുള്ള നീരാവിയും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തിനൊക്കെ നശിപ്പിക്കാൻ പറ്റും? മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർസ് മുതലായിട്ടുള്ളവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഐറ്റംസ് ദാറ്റ് ആർ പുട്ട് ഇൻസൈഡ് ഇറ്റ്സ് പ്രഷർ വെസൽ. ഇതിന്റെ ആ ഒരു പ്രഷർ വെസലിന്റെ ഉള്ളിലേക്ക് ഈ ഐറ്റംസിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോക്ലേവിനെ പ്രവർത്തിപ്പിക്കുന്നത് വഴി നല്ല ഉയർന്ന ടെമ്പറേച്ചറിലുള്ള നീരാവിയും പ്രഷറും കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആ ഒരു പാത്രം ഏതൊരു മെറ്റീരിയൽ ആണോ അതിൽ വെക്കുന്നത് അതിലുള്ള എല്ലാ ബാക്ടീരിയയും വൈറസിനെയും ഫംഗസിനെയും സ്പോർസിനെയും എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാനായിട്ട് സാധിക്കും. And autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries as steam sterilization. എന്താണ് ഓട്ടോക്ലേവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് അല്ലെ? സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ട് ഇത് എവിടേക്കായി സ്റ്റീം സ്റ്റെറിലൈസർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില്, ലബോറട്ടറികളില്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോക്ലേവ് ആണ് ഈ പറയുന്ന സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് എന്ന് പറയുന്നത്. വായിച്ചോക്കി, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ക്ലിയർ അല്ലേ? സ്പോർട്സ് ആണോ? സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എവിടെയായിരിക്കും ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? NICU, അതെ, നിയോനേറ്റൽ ICUലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? ഓക്കെ, ഇൻക്യുബേറ്റർ. An infant incubator is a small equipment commonly used in pediatric hospitals. അല്ലെ? നമ്മുടെ ഇൻക്യുബേറ്റർ ഇൻഫൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി, നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇക്വിപ്മെന്റ് ആണ്. പിക്ചർ ഒക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അല്ലെ? നോക്കി, കോമൺലി എവിടേക്ക് യൂസ് ചെയ്യുന്നത്? പീഡിയാട്രിക് അല്ലെ? പീഡിയാട്രിക് വാർഡില്, ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗത്തില്, ബർത്തിങ് സെന്ററുകളില്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU മുതലായിട്ടുള്ള ഇടങ്ങളിലാണ് ഈ കോമൺ ആയിട്ട് ഈ ഇൻഫാന്റ് ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.
Possibly, the most apparent function of an infant incubator is to safeguard infant during the early stage of life. അവരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങൾ അല്ലെ, ആദ്യഘട്ടങ്ങൾ അല്ലെ, എന്താണ് പ്രസവിച്ചു കഴിഞ്ഞ് ഉടനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. വളരെ പ്രീമച്വർ ആയിട്ട് ബ്രത്ത് ആവുന്നവരാവാം, അല്ലെങ്കിൽ എന്താ എന്താണ് നോർമൽ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ജീവിതത്തിന്റെ ആദ്യഘട്ടം എന്നാണ് അവിടെ പറയുന്നത്, ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ്. അവരുടെ ആദ്യഘട്ടത്തിൽ ശിശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് എന്തുപയോഗിക്കുന്നത്, ഈ ഒരു ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. പ്രധാന പ്രവർത്തനം അല്ലെങ്കിൽ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യഘട്ടങ്ങളിൽ അവർക്ക് ശിശുക്കളെ സംരക്ഷിക്കാൻ, ഇൻഫൻസിനെ എന്താണ് സേഫ് ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക എന്നതാണ് ഇൻക്യുബേറ്ററിന്റെ ഡ്യൂട്ടി. ഇപ്പൊ പ്രിമച്വർ ആയിട്ട് വരുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് പ്രസവം കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കുട്ടികളാണെങ്കിലും കുറച്ചുകൂടി സംരക്ഷണവും കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്യുബേറ്റേഴ്സിലാണ് അവർ വെക്കുന്നത്. അപ്പൊ നോക്കിയേ, ഒരു ഇൻഫന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന എവിടേക്കാ, പീഡിയാട്രിക്സ് വിഭാഗത്തില്, ബർത്തിങ് സെന്ററുകളില് ആൻഡ് NICU മുതലായ ഇടങ്ങളില്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള നവജാത ശിശുക്കളെ സംരക്ഷിക്കുക അല്ലെ. അവരുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഇൻക്യുബേറ്ററിന്റെ പ്രധാന ഫംഗ്ഷൻ. ഏകോന്ന് വായിച്ചു നോക്കി ഇൻക്യുബേറ്റർ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റർ നോക്കി, മെഡിക്കൽ റെഫ്രിജറേറ്റർ ഹോസ്പിറ്റൽ റെഫ്രിജറേറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. നോക്കി, മെഡിക്കൽ റെഫ്രിജറേറ്റർ. Medical refrigerator are particularly designed to meet the required temperature demands for safe vaccine storage. എന്തിനു വേണ്ടിയാ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്? particularly designed, ഇതിനു വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. to meet the required temperature demands for safe vaccine storage. സുരക്ഷിതമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ വാക്സിനുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ആ ടെമ്പറേച്ചർ കൃത്യമായിട്ട് നിറവേറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് തന്നെയാണത്. അതെന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്? കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ടാവും. ആ ടെമ്പറേച്ചർ എന്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, വാക്സിൻസ് നല്ല രീതിയിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള, അതിന് വേണ്ടിയിട്ട് കണക്കാക്കുന്ന അങ്ങനെ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം 35 degree Fahrenheit to 46 degree Fahrenheit. ഇവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറയുന്നത്. 35 degree Fahrenheit മുതൽ 46 degree Fahrenheit വരെയാണ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച്. Then this medical refrigerator will securely store a wide range. ഈ ഒരു വാക്സിൻ മാത്രമല്ല, അല്ലാത്ത പലതരത്തിലുള്ള മരുന്നുകളും നമുക്ക് എന്താ സുരക്ഷിതമായിട്ട് ഈ മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വാക്സിൻസ് മുതലായ കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി കൃത്യമായ ടെമ്പറേച്ചറിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. ഈ മെഡിക്കൽ റെഫ്രിജറേറ്ററിലെ വാക്സിൻസ് മാത്രമല്ല, ഒട്ടനവധി പലതരത്തിലുള്ള മരുന്നുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഈ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, വായിച്ചു നോക്കിയേ മെഡിക്കൽ റെഫ്രിജറേറ്റർ. ക്ലിയർ ആണോ?
നെക്സ്റ്റ് വരുന്നതാണ് വാക്കർ. ഇതും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? വാക്കർ എന്തിനു വേണ്ടിയാ സഹായിക്കുന്നേ? വാക്കർ എന്തിനു വേണ്ടി സഹായിക്കുന്നേ? അവർക്ക് നടക്കാനായിട്ട് അല്ലെ, പേഷ്യൻസിനൊക്കെ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതെ, നോക്കിയേ, എ വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ elderly and disabled elderly people who require extra support to maintain balance or stability while they walk. ഇനി എന്ത് ചെയ്യുന്നു? വാക്കർ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വാക്കിംഗ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഉപകരണമാണ് അല്ലെ, ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി, ഒന്നെങ്കിൽ പ്രായമായിട്ടുള്ളവർക്കായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഡിസേബിൾഡ് എൽഡർലി പീപ്പിൾ, പ്രായമായിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചവരാവാം, അല്ലെങ്കിൽ എന്താണ് പ്രായമായിട്ട് കുറച്ചും കൂടി വൈകല്യങ്ങളുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരോ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും എന്തിനു വേണ്ടി അവർക്ക് നല്ല രീതിയിൽ സേഫ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. എന്താണ് ജിൻഷ? ഇൻക്യുബേറ്ററിന്റെ ആണോ പറയാൻ പറയുന്നേ? അതാണോ ചോദിച്ചേ? ഇൻക്യുബേറ്റർ ഒന്നുകൂടി പറയാനാണോ പറയുന്നത്? ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വാക്കർ ശ്രദ്ധിച്ചേ, എൽഡർലി ആയിട്ട് പ്രായമായിട്ടുള്ളവർക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ളവർക്കൊക്കെ who require extra support to maintain balance or stability while they walk. അവർ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ അല്ലെ, സപ്പോർട്ടായിട്ട് അവരുടെ ബാലൻസ് നിലനിർത്താൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി സന്തുലാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെ എന്തിനു വേണ്ടി സപ്പോർട്ടായിട്ട് ഒരു ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും വയ്യാതെ വന്നാലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴും പലരും ഈ വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ വാക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് എപ്പോഴും ഈ ഒരു ഉപകരണം ഇങ്ങനെയുള്ള എന്താണ് നടക്കാനായിട്ട് നല്ല രീതിയിൽ നടക്കാനായിട്ട് പറ്റാത്ത ആളുകൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ വാക്കർ. ക്ലിയർ ആണോ വാക്കർ? ഓക്കെ, ഇൻക്യുബേറ്റർ ശ്രദ്ധിച്ചേ. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫന്റ് ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ നമ്മുടെ എന്താ ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്മോൾ എക്യുപ്മെന്റ് ആണ്. അത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റില്, അതുപോലെ ബർത്തിങ് സെന്ററുകളില്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ NICU മുതലായിട്ടുള്ള ഇടങ്ങളിലാണ് ഈ ചെറിയ എക്യുപ്മെന്റ് ആയിട്ടുള്ള ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഫ് ആൻ ഇൻഫന്റ് ഇൻക്യുബേറ്റർ is a safeguard infant during the earliest stage of life. അവരുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ അവർക്ക് എന്തെങ്കിലും പ്രീമേച്ചർ ആയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ബർത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവപ്പെടുന്ന ശിശുക്കൾക്ക്, നവജാത ശിശുക്കളെയൊക്കെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇൻക്യുബേറ്റേഴ്സ് ഉള്ളത്. ക്ലിയർ ആയോ ജിൻഷ? നെക്സ്റ്റ് വരുന്നത് ട്രക്കിയോസ്റ്റോമി. പഠിച്ചിട്ടില്ലേ നമ്മള്? ട്രക്കിയോസ്റ്റോമി പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഓക്കെ, നോക്കി ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. This surgical procedure consists of making an incision on the anterior aspects of the neck and opening a direct airway through an incision in the trachea. ഇത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ ട്രക്കിയോസ്റ്റോമി ചെയ്യുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ചെയ്യുന്നത് ട്രക്കിയോസ്റ്റോമി?
ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക് അല്ലെ, നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കിയേ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക്, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, നോർമൽ ബ്രീത്തിങ് പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യും, ഒരു സർജിക്കൽ പ്രൊസീജിയർ, ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്കിന്റെ അല്ലെങ്കിൽ കഴുത്തിന്റെ മുൻഭാഗത്തൊരു ഇൻസിഷൻ എന്ന് പറഞ്ഞ ഒരു മുറിവ് ഉണ്ടാക്കും. എന്ത് ചെയ്യുന്നു, ഓപ്പണിങ് ഡയറക്റ്റ് എയർവേ, ഒരു നേരെ നമ്മുടെ ആ ഒരു ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് നേരെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡയറക്റ്റ് എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു ത്രൂ ആൻ ഇൻസിഷൻ ഇൻ ദ ട്രക്കിയ. നമ്മുടെ ആ ഒരു ട്രക്കിയ അല്ലെങ്കിൽ കഴുത്തിന്റെ മുൻഭാഗത്തെ ട്രക്കിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ആ ഒരു മുറിവുണ്ടാക്കുന്നത്. ആ ഒരു മുറിവിലൂടെ ആ ശ്വാസനാളത്തിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ എന്താ പറ്റും, നമുക്കൊരു ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എയർവേ അല്ലെങ്കിൽ ഓക്സിജനോ അല്ലെങ്കിൽ എയറൊക്കെ പാസേജ് വിടാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സർജിക്കൽ പ്രൊസീജിയർ. ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു കഴുത്തിന്റെ ഭാഗത്താണ് അവിടെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കുന്നത് അല്ലെ, ട്രക്കിയുടെ ഭാഗത്തൊരു മുറിവുണ്ടാക്കി നേരെ എന്ത് ചെയ്യുന്നു, ലെൻസിലേക്കുള്ള ആ ഒരു എയർവേ തുറന്നു വെക്കാനായിട്ട് ഓപ്പൺ ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളത്, നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ നമുക്ക് എന്ത് ചെയ്യും, ഓക്സിജൻ മാസ്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടും പറ്റാത്ത വരുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ആണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ട്യൂബ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നേരിട്ട് നമുക്ക് ലെൻസിലേക്ക് ഓക്സിജനൊക്കെ കടത്തിവിടാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ട്രക്കിയോസ്റ്റോമി. ക്ലിയർ ആണോ? ഇൻഫ്യൂഷൻ പമ്പോ? ഓക്കെ മിസ്, ഈ രണ്ടെണ്ണം കൂടി ഉള്ളൂ. അത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഏതാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാല് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, നോക്കി നെക്സ്റ്റ് വൺ, ക്ലച്ചസ്. കണ്ടിട്ടുണ്ടോ ഈ ക്ലച്ചസിന്റെ പിക്ചർ? ആളുകൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അത് നമ്മുടെ ആ ഒരു വാക്കർ പോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ, വാക്കിംഗ് ബുദ്ധിമുട്ട് വരുന്നവർക്ക്. Okay, crutches are a kind of walking aid that help to enhance the size of an individual's base of support. ഇനി ഇവിടെ എന്തിനു വേണ്ടിയാണ് crutches യൂസ് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ അവരുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെ, അവർക്ക് വാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഒരു വാക്കിംഗ് എയ്ഡ് അല്ലെങ്കിൽ നടക്കാനായിട്ട് ഒരു സഹായം, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ് crutches എന്ന് പറയുന്നത്. നോക്കിയേ, they carry weight from the legs to the upper body and are many a time used by people who are unable to and their legs to support their weight. നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മള് ഏറ്റവും കൂടുതൽ കാലുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ crutches യൂസ് ചെയ്യുന്നത് അല്ലെ. കാലുകൾക്ക് ബുദ്ധിമുട്ടുള്ളവരല്ലേ, അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ന് പറയുന്നത് അല്ലെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കാലുകൾക്ക് അവരുടെ അപ്പർ ബോഡി അല്ലെങ്കിൽ ആ ഒരു ലെഗ്സ് മുതൽ അവരുടെ അപ്പർ ബോഡി വരെയുള്ള വെയിറ്റ് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർക്ക് കാലുകുത്തി നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് പകരം ആ വെയിറ്റ് താങ്ങണമെങ്കിൽ അവിടെ ഒരു സപ്പോർട്ടീവ് സാധനം എന്താണ്, ഒരു എയ്ഡ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഉപകരണം കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു crutches യൂസ് ചെയ്യുന്നത്. ഫ്രം ഷോർട്ട് ടേം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റി. ചിലപ്പോ ചിലർക്ക് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് നാളത്തേക്ക് ഒരു ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും വൈകല്യവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു crutches യൂസ് ചെയ്യുന്നതായിട്ട് വരാം അല്ലെ. ഇനി അതിൽ പ്രധാനമായിട്ട് ഒരു 3 ടൈപ്പ് crutches പറയുന്നത്: ഓക്സിലറി ക്ലച്ച്, എൽബോ ക്ലച്ച്, ഗട്ടർ ക്ലച്ച്. അതിൽ ഓക്സിലറി ക്ലച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതെവിടെയാ വെക്കുന്നത്? അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലും അല്ലെ വെക്കുന്നത്, അല്ലെങ്കിൽ കാലുകളൊക്കെ നഷ്ടപ്പെട്ടവര് അങ്ങനെയുള്ളവരാണ് കൂടുതലും ഈ ആക്സിലറി ക്ലച്ചസ് ഉപയോഗിച്ച് ചെയ്യുന്നത് അല്ലെ. അതെ, അത് നമ്മുടെ എന്താ അണ്ടർ ആംസിൽ അല്ലെങ്കിൽ കഷത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കൈയുടെ 2 കൈയുടെയും ഇടയിലായിട്ടോ ഒക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്സിലറി ക്ലച്ചസ് എന്ന് പറയുന്നത്. എൽബോ ക്ലച്ച് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? എൽബോ ക്ലച്ച് കണ്ടിട്ടില്ലേ? എൽബോന്റെ ഭാഗത്ത് നമ്മുടെ കൈമുട്ടിന്റെ ഒക്കെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്ത് നടക്കാൻ സഹായിക്കുന്നു. ഇനി ഗട്ടർ ക്ലച്ച് എന്ന് പറയുമ്പോഴോ കയ്യിൽ തന്നെയാണ് കേട്ടോ.
കയ്യിലൊക്കെ നമ്മൾ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 3 ടൈപ്പ് ക്രച്ചസ് ജസ്റ്റ് വെറുതെ കാണിച്ചിട്ടുള്ളത് എന്താണെന്നൊന്നും ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള 3 തരത്തിൽ നമുക്ക് കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന 3 ക്രച്ചസ് ആണ്. അപ്പൊ ക്രച്ച് എന്ന് പറയുന്നത് നമ്മുടെ വാക്കിംഗ് എയ്ഡ്സ്, അതുപോലെ വാക്കറും, അതൊക്കെ രണ്ടും ഒരുപോലെ തന്നെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളാണ്, നടക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ക്രച്ചസ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു അപ്പർ ബോഡി വെയിറ്റും ലെഗിന്റെ വെയിറ്റും ഒക്കെ നമുക്ക് ലെഗിൽ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ബോഡി വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്രച്ചസ് പോലെയുള്ള ഉപകരണങ്ങളുടെ സഹായം ആവശ്യമായിട്ടുണ്ടാവും. നോക്കി വേഗം വായിച്ചു നോക്കി ക്രച്ചസ്, അല്ലെങ്കിൽ ഊന്നുവടി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ മലയാളത്തില്. ക്ലിയർ ആണോ? ഇവിടെ 3 ടൈപ്സ് പറയുന്നുണ്ട് കേട്ടോ. ആക്സിലർ ക്രച്ചസ്, എൽബോ ക്രച്ചസ് ആൻഡ് ഗട്ടർ ക്രച്ചസ്. ജസ്റ്റ് ആ പേര് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാർഡിയാക് മോണിറ്റർ. നോക്കി കാർഡിയാക് മോണിറ്റർ. The cardiac monitor is an equipment that exhibit the electrical and pressure waveforms of cardiovascular system for measurement and treatment. ഇപ്പൊ കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. Okay, cardiac monitor എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപകരണം that exhibit the electrical and pressure waves forms of the cardiovascular system for measurement and treatment. ഈ ഒരു ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതെ പൾസ് റിപ്പീറ്റ് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും അല്ലെ. ഈ ഒരു കാർഡിയാക് മോണിറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണ് അല്ലെ മെഡിക്കേഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കാര്യങ്ങളൊക്കെ എങ്കിൽ അവരുടെ ഈ ഒരു കാർഡിയാക് മോണിറ്റർ വെച്ച് നമ്മുടെ ഹാർട്ട് അല്ലെ, ഒരുവിധം മുഖ്യ എക്യുപ്മെന്റ്സ് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടല്ലേ കൂടുതലും പഠിച്ചത് അല്ലെ. ഹാർട്ടിന്റെ അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ട് റിതം, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് മുതലായ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ. നോക്കി parameters particular to respiratory function can also be calculated. ഇനി ഈ റെസ്പിറേറ്ററി ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ നമുക്ക് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. It is most commonly used in emergency rooms and critical care areas to observe post-operative patients, patient with critical electrolyte imbalances and other unstable patients. ഇനി ഈ ഒരു കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയ എമർജൻസി റൂമുകളില്, ക്രിട്ടിക്കൽ കെയർ ഏരിയ മുതലായിട്ടുള്ള ഇടങ്ങളിലൊക്കെ, അതായത് ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കിടക്കുന്ന പേഷ്യൻസിന്, പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയായിരിക്കും? സോഡിയം, പൊട്ടാസ്യം അല്ലെ, അതുപോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് അല്ലെ, അങ്ങനെ വരുന്ന പേഷ്യൻസ് ഒക്കെ അവർക്കിപ്പോ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അതുപോലെ അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്, മറ്റെന്താണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത പേഷ്യൻസ്, ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് വന്നിട്ടുള്ള പേഷ്യൻസ്, അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്താ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസ് മുതലായവരെയൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അതിനുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അല്ലെങ്കിൽ എമർജൻസി റൂമുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ കാർഡിയാക് മോണിറ്ററുകൾ വെക്കുന്നത്. അപ്പൊ കാർഡിയാക് മോണിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? equipment that exhibit the electrical and the pressure waveforms of the cardiovascular system for measurement and treatment. നമുക്ക് ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, വേവ് ഫോമില് പ്രഷറിന്റെ ആ ഒരു വേവ് ഫോമിലാണ് നമുക്കത് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു പ്രഷർ പ്രവർത്തനങ്ങള് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ആ ഒരു വേവ് ഫോമില് നമുക്ക് മെഷർ ചെയ്യാനും അതിനനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇത് എപ്പോഴും നമ്മള് ആ ഒരു ഹാർട്ട് റിതം, ആ ഒരു ഹാർട്ടിന്റെ കൃത്യമായിട്ടുള്ള റിതമിലാണോ പോകുന്നത്, കൃത്യമായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ കൃത്യമാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബാലൻസ് ഇറഗുലർ ആയിട്ടാണോ ഹാർട്ട് ബീറ്റ് വരുന്നത്, അബ്നോർമൽ ആയിട്ടാണോ ഹാർട്ടിന്റെ റിതം പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറഞ്ഞ റെസ്പിറേറ്ററി ഫങ്ഷൻസ്
എന്താണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസും കൃത്യമായിട്ട് നമുക്ക് ഇതുവഴി എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സ് ഘടകങ്ങളും നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എമർജൻസി റൂമുകളിലും ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലുമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിനെയും പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉള്ള പേഷ്യൻസിനെ, അതുപോലെ സ്ഥിരം നേരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത പേഷ്യൻസിന് മുതലായവരെയൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി കാർഡിയാക് മോണിറ്റർ. ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ട്രാക്ഷൻ. കണ്ടിട്ടുണ്ടോ? ഒരു പിക്ചർ നോക്കി. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ വാർഡിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള ആളുകളുടെ കാലത്ത് ഇങ്ങനെ പൊട്ടി വെച്ചിരിക്കുന്നേ? കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസം ടു ബ്രോക്കൺ ബോൺസ്. എന്താ, പൊട്ടിയിട്ടുള്ള ബോൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിലീവ് പ്രഷേഴ്സ് ഓൺ ദ സ്പൈൻ ആൻഡ് ബോൺസ്. സ്പൈൻ ആൻഡ് ബോൺസിന്റെ പ്രഷേഴ്സ് റിലീവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള പൊട്ടിയിട്ടുള്ള ബോൺസ് ഒക്കെ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് അല്ലെ, നേരെയാക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും അല്ലെ. പിക്ചറിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കാലോ കൈയൊക്കെ ആയിരിക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പൊക്കി വെച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ എന്തിനു വേണ്ടിയാണ്? ആ ബ്രോക്കൺ ബോൺസ് ഒക്കെ നേരെയാവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്പൈനിലെ ബോൺസിലേക്ക് പ്രഷർ റിലീവ് ചെയ്യുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ട്രാക്ഷൻ. There are mainly two types of traction, skin traction and skeletal traction. രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻസ് ആണുള്ളത്. സ്കിൻ ട്രാക്ഷനും ഉണ്ട്, skeletal ട്രാക്ഷനും ഉണ്ട്. They are utilized in orthopedic medicines. അല്ലെ, ഓർത്തോ വാർഡുകളിലല്ലേ ഇത് കാണാറ്? ഓർത്തോ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ട വാർഡാണ്? ഓർത്തോ ബോൺസുമായി ബന്ധപ്പെട്ട അല്ലെ, സ്കെലിറ്റൽ സിസ്റ്റം അല്ലെ. നോക്കിയപ്പോ ഓർത്തോ വാർഡുകളിൽ അല്ലെങ്കിൽ ഓർത്തോപെഡിക് മെഡിസിൻസുമായി ബന്ധപ്പെട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ ഉപകരണമാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ എന്തിനു വേണ്ടി ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു പിക്ചർ ഓർമ്മ വരണം കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയാണ്? പ്രധാനമായിട്ടും ബ്രോക്കൺ ആയിട്ടുള്ള ബോൺസിലേക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് നേരെയാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്പൈൻസിലെയും ബോൺസിലേക്ക് പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ മെക്കാനിസമാണ് ട്രാക്ഷൻ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് വൺ ആണ് കേട്ടോ നമ്മുടെ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഏതാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്? ഏതാണ് ചോദിച്ചത് നേരത്തെ? ഇൻഫ്യൂഷൻ പമ്പാണ് ചോദിച്ചത്. വിദ്യ ഓക്കെ. 29 ഉം 30. ഓക്കെ, ഫസ്റ്റ് ഇൻഫ്യൂഷൻ പമ്പ് നോക്കാം കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് എന്തിനു വേണ്ടിയാ? ഇൻഫ്യൂഷൻ പമ്പ് ഇൻജെക്ട്സ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു എ പേഷ്യൻസ് സർക്കുലേറ്ററി സിസ്റ്റം. പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലെ, രക്തചംക്രമണ സിസ്റ്റമിൽ വ്യവസ്ഥയിലേക്ക് ഫ്ലൂയിഡ്സ്, എന്തെങ്കിലും ദ്രാവകങ്ങളോ മരുന്നുകളോ അല്ലെങ്കിൽ പോഷകങ്ങളോ ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് കുത്തിവെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് intravenously. നമുക്ക് ഞരമ്പുകളിലൂടെ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിനടിയിലൂടെ ചർമ്മത്തിന് പുറമെ നമുക്ക് കൊടുക്കാം. ആൻഡ് സബ്ക്യൂട്ടേനിയസ് ആർട്ടീരിയൽ എന്ന് വെച്ചാൽ എന്താ, ആർട്ടറീസ്, നമ്മുടെ ധമനികൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വെസൽസ് പോലുള്ള ആർട്ടറീസിലൂടെ, ബ്ലഡ് വെസൽസിലൂടെ കൊടുക്കാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെ അറൗണ്ട് ആയിട്ടുള്ള സമീപ പ്രദേശങ്ങളിലൂടെ നമ്മുടെ എന്താ അനസ്തീഷ്യ ഒക്കെ കൊടുക്കാറില്ലേ സർജറിക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂയിഡ്സ്, ദ്രാവകങ്ങളോ മരുന്നുകളോ അതുപോലെ പോഷകങ്ങളോ പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയോ വിദ്യ? ഇൻഫ്യൂഷൻ പമ്പ് 29:30. 29 മിനി റോട്ടറി ഷേക്ക് എന്ന് പറഞ്ഞാല് ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ്, ഇപ്പൊ ടെക്സ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിലോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പല വോളിയംസിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗ്ലാസ് വെസൽസിലോ അല്ലെങ്കിൽ ട്യൂബുകളിലോ ഒക്കെ എടുത്തിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യാനല്ലേ ചെയ്യുന്നത്, ഷേക്കർ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത മിക്സ് പല ഫ്ലൂയിഡ്സ് ആയിരിക്കാം, ഒരുമിച്ചിടുമ്പോ അത് മിക്സ് ചെയ്യണ്ടേ. അതുപോലെ ഒരു ഗ്ലാസ് വെസലില് ഇതുപോലെ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. Then the shakers find application pathology ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി മുതലായിട്ടുള്ള എല്ലാ മേഖലകളിലെയും പരീക്ഷണങ്ങൾ നടത്താനും പലതരത്തിലുള്ള മെഡിസിൻസ് പല കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ ഈ പറയുന്ന പല ഫ്ലൂയിഡ്സും മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതിനു വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്ക്. മനസ്സിലായോ? 29th ക്ലിയർ ആണോ? Okay. Then 13th ആണ് ത്രെഡ്മില്ല്. ത്രെഡ്മില്ല് എന്ന് പറഞ്ഞാൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാല് ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് ഇവാലുവേറ്റ് ദ ഹാർട്ട് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്ട്രെസ്. ഇപ്പൊ ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അവിടെ ഒരു ത്രെഡ്മില്ല് കണ്ടോ, ഒരു വ്യക്തി നിൽക്കുന്ന ഒരു ത്രെഡ്മില്ല്. അപ്പൊ അതിലെ കൃത്യമായിട്ട് എന്താണ് സ്പീഡും കാര്യങ്ങളും ഒക്കെ കണക്ട്. അതാണ് അവർക്ക് ഒരു സ്ട്രെസ് കൊടുക്കാന്ന് പറയുന്നത്. ഒരു എക്സസൈസ് തന്നെയാണ് ഇത് അല്ലെ. ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു എക്സസൈസ് ചെയ്യാണ്. അപ്പൊ അതെന്തെങ്കിലും ചിലപ്പോ ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ച് അവരുടെ ഹാർട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിലോ ഹാർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാൾ എന്ത് ചെയ്യും, ആ ഒരു ത്രെഡ്മില്ലില് ഒരു വ്യക്തി ആരുടെയാണ് നോക്കേണ്ടത്, ആ വ്യക്തി ഉണ്ടാവും. അവരുടെ എന്താണ് ചെസ്റ്റ് ഭാഗത്ത് നമ്മുടെ ECG എടുക്കില്ലേ, അത് തന്നെ ചെയ്യുന്ന ഇവിടെ ECG. അവർ ആ ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ത്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സമയവും കൃത്യമായിട്ടുള്ള സ്പീഡും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് അവർ എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ത്രെഡ്മില്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് അവരുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, സ്കിന്നിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു ECG മെഷീൻ കണ്ടോ, ഒരു വ്യക്തി നിൽക്കുന്നത് ആ ഒരു ECG മെഷീനിലേക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം പീരീഡിലുള്ള അവരുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണോ എന്നുള്ളത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം കൃത്യമായിട്ട് ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലും എന്താണ് നല്ല രീതിയിൽ ചിലപ്പോൾ അവർക്ക് എന്താണ് ചിലപ്പോൾ അടച്ചു പോവാം, ചിലപ്പോൾ നല്ല രീതിയിൽ ആ കൃത്യസമയം വരെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് വരാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് ഭാവിയിലാണെങ്കിലും എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ത്രെഡ്മിൽ കാർഡിയക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലൂടെ മനസ്സിലാവും. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്ട്രാ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യാൻ പറയുകയും ആ ഒരു ത്രെഡ്മിൽ ഉപയോഗിച്ച് എക്സസൈസുകൾ ചെയ്യാൻ പറയുകയും അതിനനുസരിച്ച് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റില് കൃത്യമായിട്ട് അവർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ECG ഉപയോഗിച്ചുകൊണ്ട് നോക്കുകയും അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ട്രെസ് റെസ്പോൺസ് പെർസ്യൂഡഡ് ബൈ എക്സൈറ്റ് or by drug stimulation. എന്തെങ്കിലും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തേജനം നൽകുകയോ അല്ലെങ്കിൽ ഈ എക്സസൈസ് പോലുള്ളവ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. വായിച്ചു നോക്കി.
വേഗം ഒരു 5 മിനിറ്റ് വേഗം ആ ഒരു 43 നമ്മൾ പറഞ്ഞു അല്ലെ. വേഗം ഒന്ന് വായിച്ചു നോക്കി. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്രാഷ് കാർട്ടോ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മറ്റു പേരുകളാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കോഡ് തന്നെയാണ് കേട്ടോ. കോഡാണ്, COD, കോഡ് കാർട്ട് തന്നെയാണ് കേട്ടോ. കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട് എന്നാണ് മറ്റു 2 പേരുകളിൽ അറിയപ്പെടുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രോളി പോലെ തന്നെ വീൽസിലായിരിക്കും ഇത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ട്രേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയേഴ്സ് പോലെയുള്ള സെറ്റപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷെൽഫുകളായിരിക്കാം. ഇങ്ങനെയുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എമർജൻസി മരുന്നുകളോ അല്ലെങ്കിൽ എമർജൻസി ഉപകരണങ്ങളോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് സിറ്റുവേഷൻ വരാണ്, ഒരാളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു അവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവിടെ എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റ്സും എത്തിക്കണം അല്ലെ. അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എമർജൻസി മരുന്നുകളോ എമർജൻസി എക്യുപ്മെന്റുകളോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ട്രോളി ആണ് എന്ന് പറയുന്നത് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ മറ്റു 2 പേരുകളാണ് മാക്സ് കാർട്ടും കോഡ് കാർട്ടും. കേട്ടോ, ക്ലിയർ ആയോ? ക്രാഷ് കാർട്ട് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടോ? സ്കിൻ ട്രാക്ഷനോ? സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ കണ്ടു കാണും, ചില ആളുകളുടെ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് സ്ക്രൂ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ? കാലിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? തൂക്കിയിട്ടിട്ടുണ്ടാവും, വെയിറ്റ് വെച്ചിട്ട്. കണ്ടിട്ടുണ്ടോ അത്? ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഇങ്ങനെയുള്ള ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. 2 രീതിയിലുണ്ട്, സ്കിൻ കാർട്ടും ഉണ്ട്, സ്കിൻ ട്രാക്ഷനും ഉണ്ട്, സ്കെലിറ്റൽ ട്രാക്ഷനും ഉണ്ട്. അപ്പൊ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത്, ആ പറയുന്ന ആളുകളുടെ സ്കിന്നിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു ടേപ്പ് പൊട്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിലൂടെ വെയിറ്റ് തൂക്കിയിടും. നേരെയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് എന്ത് ചെയ്യും? അതിലൂടെ തൂക്കിയിടും. ഈ ഒരു ഇതേ പർട്ടിക്കുലർ, അതെ, ഒരു കിഴി പോലെ വെയിറ്റ് തൂക്കിയിടും കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ നോക്കി നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ അത് എന്ത് ചെയ്യും? തൂക്കി വെയിറ്റ്, ഒരു കിഴി പോലത്തെ ഒരു വെയിറ്റ് തൂക്കിയിടും. അത് അവരുടെ ആ ഒരു ബോൺസും കാര്യങ്ങളും കൃത്യമായിട്ട് അനങ്ങാതെ നേരെയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇനി അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ബോൺസോ കാര്യങ്ങളോ ഒക്കെ എന്താണോ അവിടെ അതിനെന്തെങ്കിലും സ്ക്രൂവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വയേഴ്സോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? ആ ഒരു വെയിറ്റ് തൂക്കിയിടുന്ന പ്രൊസീജിയർ. അപ്പൊ 2 രീതിയിലും ചെയ്യും. ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്കിന്നിനെ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് തൂക്കിയിടാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ബോൺസ് ആണോ സ്കിന്നാണോ എന്താണുള്ളത് അത് ഇവിടെ പിന്നോ അല്ലെങ്കിൽ വയേഴ്സോ അല്ലെങ്കിൽ സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ഇതിനെ നമുക്ക് ആ ഒരു വെയിറ്റ് തൂക്കിയിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെയാക്കാൻ പറ്റും. കേട്ടോ, മനസ്സിലായോ 2ന്റെയും വ്യത്യാസം?
ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന ചാപ്റ്റർ എന്നൊന്നും പറയുന്നില്ല. മിസ് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോ ഒരു 2-3 ചാപ്റ്റർ കഴിഞ്ഞില്ലേ? എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു? 3 ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ? ലോണ്ടറി പറഞ്ഞു, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കഴിഞ്ഞു, മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഈ 3 ചാപ്റ്റർ അല്ലേ പറഞ്ഞിരുന്നേ കഴിഞ്ഞത് അല്ലെ? ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് തേഴ്സ്ഡേയും ഫ്രൈഡേയും അല്ലെ, 2 ക്ലാസ്സോടുകൂടി നമുക്കത് റിവൈസ് ചെയ്ത് വരും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.